ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഓരോരോ നാട്ടിൽ ഓരോരോ വെറൈറ്റിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. പോന്നോളൂ. ഉരുളക്കിഴങ്ങ് എടുക്കൽ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് തൊലിയെല്ലാം കഴിഞ്ഞ് പൊളിച്ച് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് സ്ക്വയറായിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ. പിന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനം വെച്ച് നമുക്ക് നമ്മളെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. കറിവേപ്പിലയും ഉണ്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയിൽ ഞാൻ ലേശം എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കടുകും കൂടി ഇട്ടിട്ട് അത് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുമ്പോൾ നമ്മൾ ഇടിച്ച് വെച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളക് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. മുളക് മൂത്ത് വന്നു. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സവാള ഇപ്പം തന്നെ ഇതിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വേറെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഈ സവാളയൊക്കെ തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് അരിഞ്ഞ് വരട്ടെ. അപ്പോൾ സവാളയും പെട്ടെന്ന് വഴണ്ട് കിട്ടും, ഉപ്പ് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചെറുതീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നതാണ്. വെള്ളം കൂട്ടാത്തത് കൊണ്ട് ആ ഒരു ഇതിൽ തന്നെ വേണം. നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയിലെയും ഒരു പച്ചച്ചവ മാറും വരെ നമുക്ക് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിൽ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പച്ചച്ചവ മാറുന്ന സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചിട്ട് ചെറുതീയിലിട്ട് വേവിക്കണം. പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും നമ്മളിതിൻ്റെ ഉള്ളിയിൽ എന്താ വെച്ചാൽ ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ആ ഉള്ളിയിൽ ഇത് ഉരുളക്കിഴങ്ങിന് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉരുളക്കിഴങ്ങിന് അതിൻ്റെ ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്നിനെ അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് അടച്ച് വെക്കാം നമുക്കിനെ. അപ്പോൾ നമ്മളെ കറിയെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയിലിടയിൽ ഇതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായി വന്നിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നന്നായി ഉപ്പെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റായി വന്നിട്ട് ഒരു അടിപൊളി കറി ആയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.